കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെ സിനിമയുടെ മായാവലയത്തിൽ നിന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ലാത്ത വിജയ് നടത്തിയ ഒരു റോഡ് ഷോയും സമ്മേളനവുമാണ് കരൂരിനെ ഒരു ദുരന്ത ഭൂമിയാക്കിയത്. ഡസൻ കണക്കിന് ആളുകളാണ് കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുയോഗം എങ്ങനെ നടത്തണമെന്ന് പോലും അറിയാത്ത ഒരു ആൾക്കൂട്ടമാണ് വിജയുടെ തമിഴക വെട്രിക്കഴകം. അതുകൊണ്ട് തന്നെ ഒരു സമ്മേളന പൊതുയോഗം എങ്ങനെ നടത്തണമെന്നോ അത് എങ്ങനെ നിയന്ത്രിക്കണമെന്നോ വിജയ്ക്കോ TV-ക്ക് ഭാരവാഹികൾക്കോ പ്രവർത്തകർക്കോ അറിയാതെ പോയി. സമ്മേളനത്തിനെത്താൻ സാധ്യതയുണ്ട് എന്ന് വിജയും സംഘവും കണക്ക് കൂട്ടിയതിനും അപ്പുറം 20 മടങ്ങെങ്കിലും അധികം ആളുകൾ സമ്മേളനത്തിന് എത്തിയിരുന്നു. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ ഒരുവിധ സന്നാഹങ്ങളും ലഭ്യമാക്കിയതുമില്ല. കരൂരിൽ മരിച്ചു വീണ ഡസൻ കണക്കിന് ആളുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുക എന്ന വിജയിയുടെ അവ്യക്തമായ കുറേയേറെ സ്വപ്നങ്ങളുടെയും ലക്ഷ്യബോധമില്ലാത്ത എന്തൊക്കെയോ ആസൂത്രണങ്ങളുടെയും ബാക്കിപത്രമാണ്. എന്താണ് കരൂരിനെ ദുരന്തഭൂമിയാക്കിയത് എന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ റാലി ഒരു മഹാദുരന്തമായതിൻ്റെ നടുക്കം പെട്ടെന്നൊന്നും തമിഴ്നാടിനെ വിട്ടുപോകില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയാണ് ഇപ്പോൾ കരൂർ. ഡസൻ കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിലും എത്രയോ ഇരട്ടി ആളുകൾ പരിക്കേറ്റ ആശുപത്രികളിൽ കഴിയുന്നു. റാലി സ്ഥലത്ത് ദുരന്തത്തിന്റെ ബാക്കിപത്രം എന്നോണം ചെരുപ്പുകളടക്കം കുന്നുകൂടി കിടക്കുകയാണ്. ആസൂത്രണമില്ലാത്ത റാലിയും പൊതുസമ്മേളനവും, സമയക്രമം പാലിക്കാനാകാത്ത നേതാവിനെ കാണാൻ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം. വേലുച്ചാമിപുരത്തെ കരൂരിനെ ദുരന്തഭൂമിയാക്കിയതിൽ ഈ ഘടകങ്ങൾക്കെല്ലാം പങ്കുണ്ട്. വേലുച്ചാമിപുരത്തെ അപകടത്തിന്റെ ശേഷിപ്പായ കാഴ്ചകൾ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. പോലീസിനോട് അനുമതി തേടി നൽകിയ അപേക്ഷയിൽ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം ആളുകളാണ് തിങ്ങിക്കൂടിയത്. ഇതും ദുരന്തത്തിന്റെ ആഴം കൂട്ടി. ദുരന്തത്തിന് തൊട്ടു പിന്നാലെ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. കരൂർ വേലുച്ചാമിപുരത്ത് ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് യോഗം ആരംഭിച്ചത്. യോഗത്തിന് മുന്നോടിയായി നാമക്കലിൽ വിജയ് റാലി നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് വിജയ് കരൂരിൽ എത്തിയത്. എന്നാൽ പലരും ഉച്ചയോടെ തന്നെ സ്ഥലത്ത് വന്ന് കാത്തിരിപ്പ് ആരംഭിച്ചു. കോളേജ് വിദ്യാർത്ഥികളായിരുന്നു റാലിക്കെത്തിയവരിൽ കൂടുതലും. പൊരിവെയിലും കാര്യമാക്കാതെ ആളുകൾ തെരുവിൽ കൂട്ടം കൂടി നിന്നു. സ്ഥലം നഷ്ടപ്പെടുമെന്ന പേടിയിൽ ആരും ഭക്ഷണം കഴിക്കാൻ പോലും പോയില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 12 മണിക്ക് എത്തുമെന്ന് അറിയിച്ച വിജയ് എത്തിയപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഇക്കണ്ട സമയമത്രയും വെള്ളവും ഭക്ഷണവും കിട്ടാതെ തിങ്ങിക്കൂടിയ ജനങ്ങൾ നിർജ്ജലീകരണം സംഭവിച്ച് ബോധം കെട്ട് വീഴുകയായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാനും ആളുകൾക്ക് വെള്ളക്കുപ്പികൾ എത്തിക്കാനും പോലീസിന്റെ സഹായം മൈക്കിലൂടെ ആവശ്യപ്പെട്ടുവെങ്കിലും ലഭ്യമായില്ല എന്ന് വിജയ് തന്നെ പരാതിപ്പെടുന്നുണ്ട്. വെള്ളക്കുപ്പികൾ ആവശ്യത്തിന് സംഘാടകർ എത്തിച്ചിരുന്നുവെങ്കിലും തിരക്കു കാരണം വിതരണം ചെയ്യാൻ സാധിച്ചതുമില്ല. പോലീസിന് എത്തിപ്പെടാൻ കഴിയാത്തത്ര തിരക്കാണ് കരൂരിലുണ്ടായത്. വിജയ് അവകാശപ്പെട്ടതിനേക്കാൾ 20 മടങ്ങെങ്കിലും അധികം ആളുകൾ യോഗത്തിനെത്തിയിട്ടുണ്ടാകാമെന്നാണ് കണക്ക്. ഇതാണ് കരൂരിലെ ആൾക്കൂട്ടം ദുരന്തക്കൂട്ടമായി മാറാൻ കാരണം. നാമക്കലിൽ നടത്തിയ റോഡ് ഷോ വൈകിയതോടെ വിജയുടെ വരവും താമസിച്ചു. ഇതോടെ വിജയ് ഉള്ളിടത്തേക്ക് ആൾക്കൂട്ടം നീങ്ങാൻ നോക്കി. ഇതാണ് തിക്കിലും തിരക്കിലും കലാശിച്ചതും വൻ ദുരന്തമുണ്ടാകുന്നതിലേക്ക് നയിച്ചതും. തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിൽ പരിക്കേറ്റവരെ എത്തിക്കുമ്പോൾ അവിടെ പോലും വിജയെ കാണാൻ കാത്തിരിക്കുന്നവരുടെ തിക്കും തിരക്കുമായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പര്യടന പരിപാടിയിൽ പാലിക്കപ്പെടേണ്ട ഒരു മാനദണ്ഡങ്ങളും വിജയുടെ കരൂരിലെ യോഗത്തിലോ പര്യടനത്തിലോ പാലിക്കപ്പെട്ടില്ല. സമ്മേളന വേദിയിലെ ട്രാൻസ്ഫോമറുകളിലും ഉയർന്ന മരങ്ങളിലും കെട്ടിടങ്ങളിലുമെല്ലാം ആളുകൾ വലിഞ്ഞുകയറി. നിബന്ധനകൾ ലംഘിച്ച് കുട്ടികളും പ്രായമായവരുമെല്ലാം സമ്മേളന വേദിയിലെത്തി. സമ്മേളനത്തിന് അനുമതി തേടുമ്പോൾ ഉറപ്പു നൽകുന്ന പലതും പാർട്ടിയും പ്രവർത്തകരും പാലിക്കുന്നില്ല എന്ന ആക്ഷേപം മുന്നേക്കൂട്ടി ശക്തമാണ്. തിരുച്ചിറപ്പള്ളിയിലും നാഗപട്ടണത്തുമെല്ലാം നടന്ന അനധികൃത റോഡ് ഷോകൾ പരിപാടികൾ വൈകിക്കുകയും നാഗപട്ടണത്ത് പ്രവർത്തകർ തള്ളിക്കയറിയതോടെ വിവാഹ മണ്ഡപത്തിന്റെ മതിൽ തകർന്നു വീഴുകയും ചെയ്തു. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ആൾക്കൂട്ടമാണ് കരൂരിൽ ദുരന്തക്കൂട്ടമായി മാറിയത്. സംസ്ഥാനത്ത് മാറ്റം കൊണ്ടുവരാൻ വിജയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് യുവാക്കളിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നുണ്ട്. അവരാണ് നടനു ചുറ്റും ആൾക്കൂട്ടമായി മാറുന്നത്. അതേസമയം രാഷ്ട്രീയത്തിലും സംഘാടനത്തിലുമുള്ള പരിചയക്കുറവും തനി സിനിമാ ശൈലിയിലുള്ള ആഘോഷങ്ങളും ആവേശങ്ങളുമാണ് വിജയിന്റെ ശൈലി. ഇത് തന്നെയാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന് വിമർശകർ പറയുന്നുണ്ട്.
തിരുച്ചിറപ്പള്ളിയിൽ ആരംഭിച്ച ആദ്യ പര്യടനം മുതൽ പ്രവർത്തകർ വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതോടെ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. വൻ ആൾക്കൂട്ടമെത്തിയതോടെ പോലീസും നിസ്സഹായരായി. വിജയ് വിളിച്ചുകൂട്ടുന്ന സമ്മേളനങ്ങൾ രാഷ്ട്രീയ യോഗങ്ങൾ മാത്രമായല്ല ആരാധകർ കാണുന്നത്. സിനിമയിലെ ആരാധനാമൂർത്തിയെ അടുത്തു കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊപ്പം ആരവം ഉയർത്താനും എത്തുന്നവരാണ് തിക്കിത്തിരക്കുന്നത്. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിരോധം തീർത്ത് TVK പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുമുണ്ട്. റാലി നടക്കുമ്പോൾ ഒട്ടേറെ ആംബുലൻസുകൾ നേരത്തെ വന്നത് എന്തിനാണ് എന്നാണ് TVK പ്രവർത്തകർ ചോദിക്കുന്നത്. കരുതിക്കൂട്ടി പദ്ധതിയിട്ടാണ് ആംബുലൻസുകൾ വന്നത് എന്നും അവർ ആരോപിക്കുന്നു. റാലിയുടെ സമയത്ത് കറന്റ് പോയതായും അതിനാൽ മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല എന്നും ആക്ഷേപമുണ്ട്. എന്നാൽ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാണ് ഈ ആരോപണമെന്നാണ് മറ്റു പാർട്ടിക്കാർ പറയുന്നത്. ദുരന്തമുണ്ടായതിന് പിന്നാലെ വൈകാതെ തന്നെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയിരുന്നു. സ്വന്തം പ്രവർത്തകർ മരിച്ചു വീണപ്പോൾ സ്വന്തം സുരക്ഷ നോക്കിപ്പോയി എന്ന ആക്ഷേപം വിജയ്ക്കെതിരെ ഇതോടെ ശക്തമാകുകയും ചെയ്തു. ദുരന്തം നടന്ന ഉടനെയോ പിന്നീടോ വിമാനത്താവളത്തിലോ പോലും പ്രതികരിക്കാതിരുന്ന വിജയ് സംഭവം നടന്ന് 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായത്. ഹൃദയം നുറുങ്ങിപ്പോയി എന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സങ്കടത്തിലാണ് താനെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും വിജയ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ദുരന്തത്തിന് പിന്നാലെ വിജയ്ക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് വിജയുടെ ചെന്നൈ നീലാങ്കരയിലെ വീടിന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്ത് വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമുയരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യം തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്. കാര്യമായ രാഷ്ട്രീയ പരിചയമോ അനുഭവ സമ്പത്തോ ഉള്ള നേതാക്കളില്ലാത്ത ഒരു പാർട്ടിയാണ് തമിഴ് വെട്രിക്കഴകം അഥവാ TVK. 1 വർഷത്തിലേറെ മാത്രം പ്രായമുള്ള TVKയുടെ തലയും തീരുമാനവും വിജയിയുടേത് മാത്രമാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയായി പുതുച്ചേരിയിൽ NR കോൺഗ്രസ് ടിക്കറ്റിൽ 1 തവണ MLA ആയ N ആനന്ദും മുൻ VCK ഭാരവാഹിയായിരുന്ന വ്യവസായി ആദവ് അർജുനുമാണ് പേരിനെങ്കിലും രാഷ്ട്രീയ പരിചയം അവകാശപ്പെടാനുള്ളത്. ഇതൊന്നും ഇന്നലെ നടന്നതുപോലെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ TVKയെ സഹായിക്കുന്നില്ല. സിനിമയുടെ മായിക വലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്ത വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോയാൽ വലിയ ദുരന്തങ്ങൾ ഇനിയും കാത്തിരിക്കുന്നുണ്ടാകും നാടിനെ. ഇതിനിടെ ദുരന്തത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി AIADMK രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിച്ച ശേഷം എടപ്പാടി പളനിസ്വാമി ആരോപിച്ചിട്ടുണ്ട്. DMK പരിപാടികൾക്ക് മാത്രമാണ് സുരക്ഷയൊരുക്കുന്നത്. വിജയുടെ യോഗത്തിന്റെ തുടക്കത്തിൽ ആംബുലൻസ് വന്നതിൽ സംശയങ്ങളുണ്ട് എന്നും EPS ആരോപിച്ചിട്ടുണ്ട്. അതേസമയം കരൂരിലുണ്ടായ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം പോലീസ് അന്വേഷണവും നടക്കുമെന്ന് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഡേവിഡ്സൺ ദേവാശീർവാദം പറഞ്ഞിട്ടുണ്ട്. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് DGPയുടെ നിലപാട്. അതേസമയം കരൂർ ദുരന്തത്തിൽ TVK സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുത്തുവെങ്കിലും TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. വിജയിയെ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ധാരണ. നാളെ കോടതിയിൽ സർക്കാർ വിഷയം ഉന്നയിച്ചേക്കും. കോടതി നിർദ്ദേശം വരെ കാത്തിരിക്കാമെന്നാണ് തീരുമാനം. കോടതി സ്വമേധയാ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്നും സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്. വിജയ്ക്ക് അനുകൂലമായി സഹതാപ വികാരം ഉയർത്തേണ്ട എന്നാണ് ഇപ്പോഴത്തെ ധാരണ. തിങ്കളാഴ്ച കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തുമെന്ന ആശങ്കയുണ്ട് TVK വൃത്തങ്ങൾക്ക്. കരൂരിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ മടങ്ങിയ വിജയ് ചെന്നൈയിലെ വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. കരൂരിലെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇന്ന് വിജയ് ധനസഹായവും പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയുമാണ് സഹായധനമായി പ്രഖ്യാപിച്ചത്.